അപ്പോൾ ജൂൺ 15 മുതൽ എല്ലാ KSRTC ഓർഡിനറി ബസ്സിലും സ്ത്രീകൾക്ക് സൗജന്യ യാത്ര, അതായത് ട്രാൻസ്ജെൻഡേഴ്സിന് ഉൾപ്പെടെ സൗജന്യ യാത്ര വരാൻ പോവുകയാണ്. സത്യത്തിൽ ഈ സൗജന്യ യാത്ര ആവശ്യമുണ്ടോ സ്ത്രീകൾക്ക്? ജൂൺ 15 മുതൽ പ്രായഭേദമന്യേ എല്ലാ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കുമായി KSRTC ബസ്സിലെ ഓർഡിനറി സർവീസുകളിലെ ബസ്സുകളിൽ സൗജന്യ യാത്രാ സ്കീം അതിനുള്ള അംഗീകാരം നൽകാൻ വേണ്ടി തീരുമാനിച്ചു. ഈ പദ്ധതി പ്രിയദർശിനി എന്ന പേരിലായിരിക്കും അറിയപ്പെടുന്നത്. എത്ര പേർ ഇതിനോട് യോജിക്കുന്നുണ്ട്? എൻ്റെ ഒരു അഭിപ്രായം എന്ന് വെച്ചാൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്രയുടെ ആവശ്യമില്ല എന്ന് തന്നെയാണ്. അതായത് ഇപ്പം മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു, ഒരു മാസം 60-70 കോടിയുടെ നഷ്ടമാണ് ഈ KSRTC സൗജന്യ യാത്ര വഴി സർക്കാരിന് ഉണ്ടാകാൻ പോകുന്നത്. അതായത് പ്രതിവർഷം 600 കോടിയോളം രൂപയുടെ നഷ്ടമാണ് കണക്കാക്കപ്പെടുന്നത്. KSRTCക്ക് വർഷം 1500 കോടിയോളം രൂപ ഈ പെൻഷൻ, ശമ്പളം എന്നിവയിലേക്കായിട്ട് സർക്കാർ നീക്കി വെക്കുന്നുണ്ട്. അതുകൂടാതെ ഈ 600 കോടി രൂപയോളം ഇനി നീക്കി വെക്കണമെന്നാണ് പറയുന്നത്. ഇനിയിപ്പോൾ VD സതീശൻ മുഖ്യമന്ത്രി പറയുന്നത് പോലെ തന്നെ 6 മാസത്തിനുള്ളിൽ KSRTCയുടെ സർവീസൊക്കെ കൂട്ടി KSRTCക്ക് വരുമാനം ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ പോലും വലിയൊരു നഷ്ടമുണ്ടാകുമെന്ന് തീർച്ച തന്നെയാണ്. അപ്പോൾ ഈ ഒരു സൗജന്യ യാത്ര ഇനിയിപ്പോൾ സർക്കാർ സാധാരണക്കാരെ സഹായിക്കാനാണെങ്കിൽ എല്ലാ സ്ത്രീകൾക്കും സൗജന്യമായി യാത്ര എന്ന് ഒഴിവാക്കി താഴെ തട്ടിലുള്ള, അതായത് നമുക്കറിയാം ഒരു ദിവസത്തെ ആഹാരത്തിനായി കഷ്ടപ്പെടുന്ന ഒരുപാട് കുടുംബങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് അല്ലേ. അപ്പോൾ അത്തരക്കാരെ സർവേയിലൂടെയൊക്കെ കണ്ടെത്തി അത്തരം കുടുംബങ്ങൾക്ക് ഈ ഒരു സ്കീമിലേക്ക്, പ്രിയദർശിനി എന്ന് വിളിക്കപ്പെടുന്ന സ്കീമിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഒരു വഴിയാണ് സർക്കാർ തുറന്നു കൊടുക്കേണ്ടത്. അങ്ങനെയുള്ള കുടുംബം ജെൻഡർ വ്യത്യാസമില്ല, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു സൗജന്യ യാത്രക്കുള്ള പാസ് അങ്ങനെയുള്ള കുടുംബങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്ന രീതിയിൽ അവർ എവിടെ വേണമെങ്കിലും യാത്ര ചെയ്യട്ടെ. ഒരു മാസം 65-70 കോടിയോളം ബാധ്യത വരും. 800 കോടി രൂപയിലധികം ഒരു വർഷത്തിൽ KSRTCക്ക് അതിന്റെ വരുമാന കുറവ് വരും. ഇപ്പം ഭൂരിഭാഗം സ്ത്രീകളും പുരുഷന്മാരെക്കാൾ കൂടുതൽ സാലറി വാങ്ങിക്കുന്ന ഒരുപാട് സ്ത്രീകൾ നമുക്കിടയിലുണ്ട്. ഗവൺമെൻറ് ഉദ്യോഗസ്ഥരായാലും അല്ലാതെ വലിയ വലിയ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിലായാലും നല്ല നല്ല ജോലികൾ ചെയ്യുന്ന സ്ത്രീകൾ, അത് ഈക്വാലിറ്റിക്ക് വേണ്ടി പൊരുതുന്നവരാണ് സ്ത്രീകൾ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സ്പെഷ്യൽ ഒരു സൗജന്യ യാത്ര സ്ത്രീകൾക്ക് ആവശ്യമില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ്?